ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആണ്, നിങ്ങൾ പ്രണയിക്കുന്ന പേഴ്സൺ ആണ്, അങ്ങനെ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് അറിയാനായിട്ട് കഴിയാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് സൈക്കോളജി ബേസ് ആണ്. സോ ഇതെല്ലാം തന്നെ വളരെയധികം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് 100% വിശ്വസിക്കാം. പക്ഷേ ഇതിലുള്ള ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും 1-2 പോയിന്റ്സുകൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യത്തെ വിലയിരുത്തരുത്. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇത് സത്യമാണോ ശരിയാണോ എന്നുള്ളത് അറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളോട് സംസാരിക്കാനുള്ള എഫേർട്ട് ആ പേഴ്സൺ എടുക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ടൈം അധികം ഉണ്ടാവണം എന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാത്ത, നിങ്ങൾ അങ്ങോട്ട് വിളിക്കാത്ത, കാണണം എന്ന് പറയാത്തൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇതെല്ലാം അവർ നിങ്ങളോട് ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. മീൻസ് അവർക്ക് അവരുടെ ഫ്രീ ടൈം മാത്രം നോക്കി നിൽക്കാതെ അവരിപ്പോൾ കുറച്ച് തിരക്കായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നിങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക, ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഇരിക്കുന്നുണ്ടാവില്ല, അവർ ആ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. മീൻസ് അവരായിട്ട് തന്നെ അതിന് മുൻകൈ എടുത്തിട്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം അവരിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ സൈനായിട്ട് എടുക്കാം. ആ പേഴ്സണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളതിന്റെ. നമ്മുടെ രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കാനായിട്ട് അവർ പുതിയ ടോപ്പിക്സ് ഉണ്ടാക്കുന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ വെച്ച് ചിലപ്പോൾ ഈ ഒരു സംസാരം നിൽക്കുന്നുള്ളത്. ആ ഒരു ടൈമിൽ അവർ പുതിയൊരു ടോപ്പിക് ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. മീൻസ് ആ ഒരു കോൺവെർസേഷൻ അവസാനിക്കരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അവർ ഓരോന്ന് പുതിയ പുതിയ ടോപ്പിക്സ് ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടുപോകാനായിട്ടും ആ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ദെൻ മൂന്നാമത്തെ ഒരു സൈൻ, നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ മുന്നേ അവർക്ക് ഉണ്ടായിട്ടുള്ള വളരെ ബാഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ഓർമ്മകളും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ഒരുപാട് പേര് ചെയ്യാത്ത, അതായത് മടിക്കുന്നൊരു കാര്യമാണ് അവരുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള വളരെ മോശം കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുമോ, ഇനിയിപ്പോൾ അവർക്കത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നെ മോശമായിട്ട് കരുതോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഏതൊരാളുടെ മനസ്സിലും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പറയാനായിട്ട് മടി കാണിക്കുന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പേഴ്സന്റെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല. ഇപ്പം അവരുടെ പാസ്റ്റിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് എത്ര മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇവർക്ക് പറയാനായിട്ടൊരു മടിയില്ല, അല്ലെങ്കിൽ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലേ എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നുള്ളതാണ്. എങ്ങനെയാണിത് പറയാൻ കഴിയണത് എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അതൊന്നൊരു പ്രശ്നമാവില്ല എന്നുള്ളതാണ്. അവർ വളരെ ഓപ്പൺ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് അവരുടെ ലേണിങ്സ്. അതായത് അവർക്ക് എന്തെങ്കിലും പുതിയ പുതിയ അറിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളതാണ്. മീൻസ് ആ അറിവുകൾ കൂടി നിങ്ങൾക്ക് തരാനും നിങ്ങളെ കുറച്ചുകൂടി നല്ലൊരു വ്യക്തിയാക്കി മാറ്റാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ അവരുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അവർക്ക് കിട്ടിയ പുതിയ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കാം. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പേഴ്സൺ ആ രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നമ്മുടെ നാലാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് അവരിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞു, ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിക്കാം, കുറച്ച് ആഴ്ചകളോ അല്ലെങ്കിൽ 1-2 മാസങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവരിൽ ഒരു മാറ്റവും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് മുമ്പേ നിങ്ങളോടുണ്ടായിരുന്ന ആ സെയിം സ്നേഹം തന്നെ അവർക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കും. ആ സ്നേഹത്തിലൊരു കുറവൊന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല. സ്നേഹവും കെയറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് ഇപ്പോൾ ഫസ്റ്റ് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടാവും. ആ പുതുമ കഴിയുമ്പോൾ ഒരു ഇഷ്ടം കുറയുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്കത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നോ ആ രീതിയിൽ തന്നെ ആയിരിക്കും പിന്നെയും ഉണ്ടാവുക. അവരായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
ഇപ്പൊ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കി തിരുത്താനായിട്ട് ശ്രമിക്കാനുണ്ടാവും. ഇനി ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ നമ്മളെ പറഞ്ഞു തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ അവരൊരിക്കലും അവരിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ എങ്ങനെ കാണും, അല്ലെങ്കിൽ നമുക്ക് അവരോട് ഇഷ്ടം കുറയോ, ഈ രീതിയിലുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർ വിചാരിക്കുന്നുണ്ടാവുക നമ്മൾ നന്നായിരിക്കണം, നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളൊന്നും വരരുത്, ഇങ്ങനെയായിരിക്കും. സോ അതുകൊണ്ടാണ് നിങ്ങളിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ആ വ്യക്തി പറഞ്ഞു തന്ന് തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അവരെപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവരുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ മാറ്റങ്ങളൊന്നും കാണുന്നില്ല, അതേപോലെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നമ്മുടെ 5ാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ വരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവർ തന്നെ പറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാ റിലേഷൻഷിപ്പിലും വരാറുണ്ട്. അതിപ്പോൾ ഫ്രണ്ട്സ് ആയാലും ശരി, ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ലവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും മാരേജ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അത് പെട്ടെന്ന് തിരുത്തുക എന്നുള്ളതാണ് ആ റിലേഷൻഷിപ്പിൽ വരുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും തെറ്റിദ്ധാരണകൾ വരികയാണെന്നുണ്ടെങ്കിലും അവർ തന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യം, സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വളരെ പെട്ടെന്ന് തന്നെ തിരുത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അവരുടെ ഭാഗത്താണ് ഒരു മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള സോറി പറയുക, അതായത് അവർ തന്നെ ഒരു മുൻകൈ എടുത്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അവർ തന്നെ സോറി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അവർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്ക് വളരെ വിലപ്പെട്ടതാണ്, നിങ്ങളെ ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ വന്നിട്ടുണ്ടായിരിക്കും, ഇവരെന്നോട് ജെന്യൂൻ ആയിട്ടാണോ നിൽക്കുന്നത്, എന്നെ ശരിക്കും ഇഷ്ടമുണ്ടോ, ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നെ ഒരുപാട് ഇഷ്ടമുള്ള പോലെയാണ്, ഇനിയിപ്പോൾ അത് വെറുതെ ആയിരിക്കോ, അഭിനയിക്കേണ്ടതായിരിക്കോ, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അഭിനയിക്കുന്ന ഒരു പേഴ്സൺ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും ജെന്യൂൻ ആയിട്ട് നമുക്ക് നിൽക്കുന്ന ഒരാളിൽ മാത്രം കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഇങ്ങനൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരുപാട് ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി നൽകുന്ന ഒരു പേഴ്സൺ ആണ് അയാൾ. അതുകൊണ്ട് തന്നെ തിരിച്ചും അവരോട് ഇതേ രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്